ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാനേജിങ് സ്ട്രെസ് അറ്റ് വർക്ക്. എന്നെ കേൾക്കുന്ന മെജോറിറ്റി ഓഫ് യു, നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവാം അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവാം. നിങ്ങൾ അത് കൂടെ പോകുമായിരിക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് ആൻഡ് ഹൗ ഐ എം ഹാൻഡിലിങ് ദി സ്ട്രെസ് അറ്റ് വർക്ക്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് ആവുന്നു. ഓക്കെ, ആൻഡ് ത്രൂ ഔട്ട് ദിസ് 14 ഇയേഴ്സ് ഇഫ് യു ആസ്ക് മീ, എനിക്ക് സ്ട്രെസ് ഇല്ലാത്തൊരു ജോലി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നോ. എല്ലാ ജോലിയിലും സ്ട്രെസ് ഉണ്ടായിരുന്നു, ബട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രെസ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഇനിയിപ്പം സ്ട്രെസ് ഇല്ലാത്ത എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ഇടയ്ക്ക് ഞാനും ബേസും കൂടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇഫ് യു തിങ്ക് ദർ ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്, നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യുന്നതിൽ ഒട്ടും സ്ട്രെസ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know in comments. കാരണം എനിക്കും അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണ്, ഒരു ജോലി ഉണ്ടാവുമോ സ്ട്രെസ് ഒട്ടും ഇല്ലാതെ എന്നാൽ ഇൻകമൊക്കെ കിട്ടുന്ന ഒരു ജോലി. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പല കൈൻഡ് ഓഫ് സ്ട്രെസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് ചില കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനി കൾച്ചർ ഇറ്റ് സെൽഫ് മൈറ്റ് ബി ടോക്സിക്, പിന്നെ അല്ലെങ്കിൽ മാനേജർ ടോക്സിക് ആയിരിക്കും, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊന്നും അല്ലെങ്കിൽ വർക്ക് ലോഡ്, അതായത് നമുക്ക് ഭയങ്കര ഡെഡ് ലൈൻ ആണ് ബട്ട് ടു മച്ച് വർക്ക് ആണ് ആൻഡ് വി ആർ നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്. അത് നമുക്ക് ഭയങ്കര ഓവർ എക്സോസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, അങ്ങനെയും വരാം. ഇതൊന്നും അല്ലെങ്കിലും എല്ലാം ഓക്കെ ആണെങ്കിലും നമുക്ക് ഒരു ഗ്രോത്ത് ഇല്ല കമ്പനിയിൽ, അല്ലെങ്കിൽ വി ആർ നോട്ട് അപ്രിഷിയേറ്റഡ്, വി ആർ നോട്ട് റെസ്പെക്റ്റഡ് എന്ന് തോന്നുവാണെങ്കിൽ അതും നമുക്ക് സ്ട്രെസ് കോസ് ചെയ്യാം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. ഒരു പരിധി വരെ നമുക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി നോർമൽ. ഓക്കെ, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ എപ്പോഴാണ് പ്രോബ്ലം ആവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹെൽത്തിനെയും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഇമ്പാക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആവുന്നത്. എല്ലാവരും പറയും വർക്ക് ഇസ് വർക്ക്, ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്, അതുമായിട്ട് അറ്റാച്ച്ഡ് ആവരുത് എന്നൊക്കെ പറയും. പക്ഷെ പ്രാക്ടിക്കലി എല്ലാവർക്കും അത്ര പോസിബിൾ അല്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ വർക്കുമായിട്ട് അത്യാവശ്യം അറ്റാച്ച്ഡ് ആവുന്ന ഒരാളാണ്. ഞാനത് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു വർക്ക് ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൂടെയുള്ള ടീം മെമ്പേഴ്സ് അത്ര അത് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഏറ്റെടുത്ത്, എൻ്റെ ജോലി അല്ലെങ്കിലും ഞാനത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇറ്റ്സ് ടഫ് ടു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിറ്റാച്ച് ഫ്രം വർക്ക്. പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്സ് ഇട്ടാൽ മതി, ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് കോപ്പ് ചെയ്യാൻ പറ്റും. ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ആകുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. അതായത് ഇപ്പം കമ്പനി വർക്ക് കൾച്ചറേ ടോക്സിക് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതാണെങ്കിൽ ഐ തിങ്ക് നമ്മൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് അറ്റ് ദി എൻഡ് നമ്മുടെ ലൈഫ് നമ്മുടെ ഹെൽത്ത് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു അസ്. അത് വേറെ ആരും കെയർ ചെയ്യില്ല. നമുക്ക് സ്കിൽസ് ഉണ്ട്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വേറെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ ആ ഒരു ഏരിയയിലോട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു നോർമൽ വർക്ക് ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബെറ്റർ ആക്കാം എന്നുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എക്സ്ട്രാ വർക്ക്, അതായത് 9 hours വർക്ക് ചെയ്യേണ്ടടുത്ത് 10 hours 12 hours ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് ചില സമയത്ത് ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് എനിക്ക് ഫോഴ്സ്ഫുള്ളി, അതായത് ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടക്ക സമയത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് കിട്ടുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മൾ അത് പഠിക്കും, നമുക്ക് ലേണിംഗ് ടൈമാണ്. ഇറ്റ്സ് ഓക്കെ ഇഫ് ഇറ്റ്സ് നോട്ട് എഫക്റ്റിംഗ് യുവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കമ്പനിയിൽ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ലീഡ്, ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആ പ്രോജക്റ്റിനെ പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ടഡ്. ദിവസം വൈകുന്നേരം ശരിക്കും എൻ്റെ വർക്ക് ടൈമിംഗ് എനിക്ക് തോന്നുന്നു 6 മണി വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 7:30 ആകുമ്പോഴത്തേനാണ് ഇറങ്ങാൻ നോക്കിയിട്ട് ഞാൻ ഈ ലീഡിനോട് പോയി പറഞ്ഞു എനിക്ക് ഇറങ്ങണം, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് നോട്ട് ഹാപ്പി. അയാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഇറങ്ങുന്നത്, നിനക്കിപ്പോൾ ഇരുന്ന് ചെയ്തുകൂടെ കുറച്ചുകൂടെ, നിനക്കെന്താ, നീ എൻ്റെ ബോയ് ഫ്രണ്ടിനോടൊക്കെ ഇറങ്ങാൻ പോവാണോ, ഇങ്ങനെയുള്ള unnecessary questions. And he was very rude. കാരണം അന്ന് നമുക്ക് നോ പറയാനോ ഒന്നും അത്ര നമ്മൾ പഠിക്കില്ലല്ലോ. പക്ഷേ ഇയേഴ്സ് ലേറ്റർ, ആ ആളുടെ കൂടെ ഞാനൊരു 6 മാസം ജോലി ചെയ്തുള്ളൂ, അതോടെ എനിക്ക് മതിയായി. പക്ഷെ അപ്പത്തിന് എനിക്ക് വേറെ പ്രോജക്റ്റ് കിട്ടി. അപ്പം ഇയേഴ്സ് ലേറ്റർ സിമിലർലി എനിക്ക് UK വെച്ചിട്ടാണ് എക്സ്പീരിയൻസ്. എൻ്റെ ഒരു മാനേജർ എന്നോട്, അതൊരു ലേഡി ആയിരുന്നു, ഇതുപോലെ പറഞ്ഞു വീക്കെൻഡ് ഞാൻ വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ എനിക്ക് വിൽ ഐ ഗെറ്റ് പെയ്ഡ് എന്ന് ചോദിച്ചു. അപ്പം നോ യു വോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇഫ് ഐ എം നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഞാൻ ഇതിന് ജോലി ചെയ്യണം,
എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. ഞാൻ റൂഡായിട്ടൊന്നുമല്ല, വളരെ പൊളൈറ്റായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നിനക്ക് എന്താ ചെയ്താലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം, ബട്ട് ഐ എം നോട്ട് റെഡി ടു വർക്ക് വിത്തൗട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നോ പറഞ്ഞു. 2 ഇൻസിഡൻസും തമ്മിൽ കുറേ ഇയേഴ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഞാനിത് എക്സ്പീരിയൻസിൽ കൂടെ പഠിച്ച കാര്യങ്ങളാണ്, ദാറ്റ് യു ഹാവ് ടു സേ നോ എന്നുള്ളത്. ചില സിറ്റുവേഷനിൽ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ അത് പഠിപ്പിക്കും. ഈ ഇൻസിഡൻസ് ഉണ്ട്, ഞാൻ അത്ര ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ടിപ്സ് ഫോർ ഹാൻഡ്ലിങ് സ്ട്രെസ് അറ്റ് വർക്ക്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വർക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്ട്രെസ് 100% പോകും എന്നൊന്നും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല, ബട്ട് യു വിൽ സീ എ ഡിഫറൻസ്. കുറേ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഐഡൻറ്റിഫൈ യുവർ സ്ട്രെസ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോക്സിക് വർക്ക് കൾച്ചർ അല്ലെങ്കിൽ ഒരു ടോക്സിക് പേഴ്സൺ ഇൻ യുവർ ടീം, ഒരു ടോക്സിക് മാനേജർ, ഇതൊന്നും നിങ്ങൾ എത്ര ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞാലും യു കാൺട്ട് സോൾവ് ഇറ്റ്. ഓക്കെ, അപ്പം ഒരു ടോക്സിക് പേഴ്സൺ ആണെങ്കിൽ യു നീഡ് ടു ടോക്ക് ടു യുവർ മാനേജർ ആൻഡ് ടോക്ക് അബൌട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയണം. ഇനിയിപ്പോൾ ടോക്സിക് വർക്ക് കൾച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വർക്ക് കൾച്ചർ മാറ്റാൻ പറ്റില്ല. സോ യു നീഡ് ടു ട്രൈ സം അതർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അതൊന്നുമല്ല, ഇനിയിപ്പോൾ വർക്ക് ലോഡാണ് നിങ്ങളുടെ പ്രശ്നം, അതായത് ടു മച്ച് വർക്ക് ഉണ്ട്, നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡെഡ് ലൈൻസ് ഉണ്ട്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വാട്ട് യു നീഡ് ടു ഡു. സ്ട്രെസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ യുവർ വർക്ക് അല്ലെങ്കിൽ പ്ലാൻ യുവർ ഡേ എന്നുള്ളതാണ്. അതായത് ഡെയിലി നിങ്ങൾ രാവിലെ ഓഫീസിൽ വരുമ്പോൾ, അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഓഫീസിൽ വന്നു കഴിഞ്ഞ് ആദ്യത്തെ ഒരു 1 hour എനിക്ക് എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് 10 മണിക്കാണ്. അപ്പം 9 to 10 എന്ന് പറയുന്നത് എൻ്റെ ഇമെയിൽസ് നോക്കാനുള്ള സമയമാണ്. സ്ലാക്കിൽ മെസ്സേജസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ആക്ഷൻസ് എൻ്റെ നിന്ന് പെൻഡിങ് ആണോ, ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റിൽ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് എനിക്കിന്ന് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. നോഷൻ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ആപ്പിനെ പറ്റി ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻസോ ടിക്കറ്റ്സോ ഒക്കെ ലിങ്ക് ചെയ്യണമെങ്കിൽ അത് ഇറ്റ്സ് ബെറ്റർ. അതിൽ വീക്ക് വൈസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു എ ഡിഫറെൻറ്റ് വീഡിയോ ഇഫ് യു റിയലി വോണ്ട് ടു നോ അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കും. റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ വേണം. അതായത് ഒരു 10-20 കാര്യം എഴുതി വെച്ചിട്ട് ഇതെല്ലാം എനിക്ക് ചെയ്യണമെന്ന് നോ. നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എത്രമാത്രം എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്ര സമയം എടുക്കും യൂഷ്വലി, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് യു നീഡ് ടു പ്ലാൻ ആൻഡ് യു നീഡ് ടു പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്. ഓക്കെ, ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ടേക്ക് ബ്രേക്സ്. ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. എന്നെപ്പോലുള്ള ഒരാളാണെങ്കിൽ, എല്ലാവരും അല്ല കേട്ടോ, ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. ഞാൻ എന്ന് വെച്ചാൽ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 9 to 5 എന്ന് പറഞ്ഞാൽ 9 to 5 ഞാൻ സിസ്റ്റത്തിൻ്റെ അവിടെ തന്നെയായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ബ്രേക്സ് എടുക്കാൻ ട്രൈ ചെയ്യുന്നത് കുറേ നാളായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ക്യാൻ യൂസ് എ ടെക്നിക് കോൾഡ് പൊമഡോറോ ടെക്നിക്. അതായത് എവറി 25 minutes യു നീഡ് ടു ഡു ഫോക്കസ് വർക്ക്, എന്നിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുക്കുക. അപ്പോൾ ആ 25 minutes പകരം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഐ വർക്ക് ഫോർ 50 minutes 50. ഓക്കെ, എന്നിട്ട് ഒരു 10 minute ബ്രേക്ക്. അതാണ് ടെക്നിക്കലി. പക്ഷേ ഇത് എല്ലാ 1 hour നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വർക്ക്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡേ. ചില ദിവസം എനിക്ക് ചെയ്യാൻ പറ്റും, ചില ദിവസം ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ഓക്കെ, പറ്റുന്ന പോലെ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ബ്രേക്സ് അല്ല, ഒരു 2 minutes 5 minutes ജസ്റ്റ് പോയി വെള്ളം കുടിച്ചിട്ട് വരിക, നിങ്ങളൊക്കെ പോയി എന്തെങ്കിലും ഒരു കോഫി, കപ്പ് ഓഫ് ടീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരിക, അങ്ങനെ ചെറിയ ബ്രേക്ക് കേട്ടോ. പക്ഷെ ആ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് യു സം ടൈം ടു റിലാക്സ്. നമ്മുടെ ആ ഫോക്കസ് വർക്കിൽ നിന്ന് മാറി ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ഓക്കെ, ഇത് കേൾക്കുമ്പം വളരെ സിമ്പിളാണ്, ബട്ട് ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സെറ്റ് സം ടൈം ഫോർ യുവർ സെൽഫ്. അതായത് ഇപ്പോൾ ലഞ്ച് ടൈം 30 minutes ആണ് നമുക്ക് ലഞ്ച് ബ്രേക്ക്. പക്ഷെ മിക്കവാറും എടുക്കാൻ പറ്റാറില്ല. എന്തെങ്കിലും ഒരു മീറ്റിംഗ് കാണും, എന്തെങ്കിലും ഒരു കോൾ കാണും, അങ്ങനെ പോകും. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒരു 12 to 12:30 അല്ലെങ്കിൽ 12:30 to 1 എനിക്ക് തന്നെ ഒരു മീറ്റിംഗ് ബുക്ക് ചെയ്തിടും ആസ് എ പ്രൈവറ്റ് അപ്പോയിൻമെൻറ്റ് ഓർ സംതിങ്. അത് നമ്മുടെ കമ്പനിയിലൊക്കെ അത് ഓക്കെയാണ്. അപ്പോൾ പിന്നെ ആരും ആ സമയത്ത് മീറ്റിംഗ്സ് വെക്കില്ല. അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, സ്റ്റാർട്ട് സേയിങ് നോ. നോ പറയുന്നത്, വർക്ക് പ്ലേസിൽ നോ പറയുന്നത് വളരെ മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ അത്ര കേപ്പബിൾ അല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് മാത്രമേ ഉള്ളൂ. ബ്രിട്ടീഷ് ആളുകളുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കാര്യം, അവരെന്ത് ക്ലിയർ കട്ടായിട്ടാണ് നോ പറയുന്നത്. ഇഫ് വർക്ക് ഇസ് ടു മച്ച് ഫോർ ദം ദേ വുഡ് സേ നോ, ഐ കാൺ ഡു ഇറ്റ്. നമുക്ക് ഇന്ത്യൻസിനാണ് ഇത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഐ ഡോണ്ട് നോ, എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലായിരിക്കും, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാനത് ഗ്രാജുവലി പഠിച്ചതാണ്. എപ്പോഴും എല്ലാത്തിനും നോ പറയാമെന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുവാണെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് സേയിങ് നോ.
നോ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ജോലി നഷ്ടപ്പെടുമോ, ഒരു എന്താ പറയുക, നമ്മളെ മോശമായിട്ട് കരുതുമോ, ഒന്നുമില്ല. യു നീഡ് ടു സ്റ്റാർട്ട് സേയിങ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് ഗ്രാജുവലി നമ്മൾ പഠിക്കുക. ഫ്രഷേഴ്സൊക്കെ ആകുമ്പോൾ യെസ്, അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഓവർ ടൈം നിങ്ങളത് എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കും. അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലി കഴിഞ്ഞിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബി, സംതിങ് ദാറ്റ് ഇൻട്രസ്റ്റ് യു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് വർക്ക് ജോലി മാത്രമാവരുത് നമ്മുടെ ജീവിതം, വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻഡ് ടൈം ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, വർക്കും ഔട്ട്സൈഡ് വർക്കും തമ്മിലുള്ള ഒരു ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ദാറ്റ് ബൗണ്ടറി. അതായത് ഇപ്പോൾ ഞാൻ 5 മണിക്ക് ലോഗ് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം 5:30 ആകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു സ്ലാക്കിലൊരു മെസ്സേജ് വരും, ഓ ക്യാൻ യു ചെക്ക് ദിസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അവിടെ ആ ഒരു ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. എനിക്കൊരു സെപ്പറേറ്റ് വർക്ക് സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു വർക്ക് സ്പേസ് ഉള്ളത് നല്ലതാണ്. നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ നിന്നോ അല്ലെങ്കിൽ കോഫി ടേബിളിൽ നിന്നൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ കംഫർട്ടബിൾ ഒരു സെപ്പറേറ്റ് വർക്ക് സ്പേസ്, ഈവൻ ദോ ഇറ്റ്സ് ലൈക്ക് ബേസിക് ഒരു ടേബിൾ ചെയറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളോട് ഞാൻ പറയാം എന്നെ ഹെൽപ്പ് ചെയ്തത്. ഒന്ന്, മോർണിംഗ് വാക്സ്, അതായത് നടക്കാൻ പോകുന്നത്. ജോലിക്ക് ജസ്റ്റ് മുമ്പ് നല്ലൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാവുക, എന്നിട്ട് എന്തെങ്കിലും ഒരു മോർണിംഗ് വാക്ക് പോകുന്നത്, നേച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. ഇറ്റ്സ് വെരി മച്ച് റിലാക്സിങ് ആൻഡ് യു വുഡ് ഗെറ്റ് ദാറ്റ് ക്ലാരിറ്റി. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പം ആഫ്റ്റർനൂൺ ആണെങ്കിൽ, ഇപ്പം ചില ദിവസങ്ങൾ നമുക്ക് അധികം ജോലി ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ 30 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ ലഞ്ച് ടൈമിങ്ങിൽ. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് യു ക്യാൻ ഗോ അറൗണ്ട് ആൻഡ് വാക്ക്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ജേർണലിങ്, അത് വർക്കിന് മാത്രമല്ല ടോട്ടലി ലൈഫിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ജേർണലിങ്. സോ ജേർണലിംഗ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു ക്യാൻ റൈറ്റ് യുവർ ജേർണൽ. നിങ്ങൾക്ക് എഴുതി വെക്കാം എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്നുള്ളത്. യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ റിലാക്സിങ് ആയിരിക്കും. അതൊക്കെ പിന്നെ അപ് ടു യു, പേഴ്സണൽ ചോയ്സ് ആണ്. എന്താണ് നിങ്ങൾക്ക് ബേസിക്കലി നമുക്ക് മൈൻഡിനൊരു നമുക്കൊരു പീസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യണത് അത് നിങ്ങൾ ചെയ്യാം. പിന്നെ ഇതെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക, ഇതെല്ലാം ചെയ്തിട്ടും ഇറ്റ്സ് നത്തിങ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ യു നീഡ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. എല്ലാ വർക്ക് പ്ലേസിലും കാണും എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട്. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടുണ്ട്. നമുക്ക് അനോണിമസ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഇതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റും. സോ യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ്. എല്ലാം ട്രൈ ചെയ്തിട്ട് ഇഫ് യു കാൺ മാനേജ് യുവർ വർക്ക് ഓർ ഇഫ് യു കാൺ ഹാൻഡിൽ സ്ട്രെസ്, യു നീഡ് ടു ടോക്ക് ടു സംബഡി. നിങ്ങളുടെ ടീം ലീഡായിട്ടോ നിങ്ങൾ ആരുമായിട്ടോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അവരോട് റിപ്പോർട്ട് ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് സ്ട്രെസ്സാണ്, അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അവർ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ that team or that workplace is not for you. Try something different. നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കൂ. നിങ്ങൾക്ക് ഒറ്റൊരു ജോലിയിലോ ഒറ്റൊരാളിലോ ഒറ്റൊരു വർക്ക് കമ്പനിയിലോ തീരേണ്ടതൊന്നുമല്ല നമ്മുടെ ഡ്രീംസും നമ്മുടെ അംബീഷൻസും ഒക്കെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സീക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഹെൽപ്പ് മാത്രമല്ല, മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആൻസൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്യാനുള്ള മോസ്റ്റ് പ്രോബ്ലി കമ്പനീസ് തന്നെ ഇങ്ങനത്തെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജേർണി. ഓക്കെ, ഇറ്റ്സ് നമ്മൾക്ക് ഒറ്റൊരു ദിവസം കൊണ്ട് നാളെ തൊട്ട് എന്നാൽ സ്ട്രെസ് ഇല്ലാതാക്കുക, അങ്ങനെ നടക്കില്ല. ഇറ്റ്സ് എ ജേർണി, യു വിൽ ഗെറ്റ് ദെയർ. ഒരു ടിപ്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ ഒരു ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. IT യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മെജോറിറ്റി ഞാൻ സംസാരിക്കുന്നവർക്കെല്ലാം സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾ മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ